അടുത്തതായി സ്വാഗത പ്രസംഗമാണ്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം, ഓണത്തിലേക്കുള്ള സ്വാഗതം. സ്വാഗതത്തിനെ പറയുന്നതിന് വേണ്ടി നമ്മുടെ ഓണത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. നമ്മൾ ഈ പാട്ട് കേൾക്കുമ്പോൾ എൻ്റെ ഓർമ്മയിൽ വരിക്കുന്നത് എല്ലാവരും ഒന്നുപോലെ. അവിടെ ജാതിയും ഇല്ല, മതവും ഇല്ല, നമ്മൾ വേർതിരിവില്ല. അതുപോലെ തന്നെ ആവട്ടെ നമ്മുടെ ഈ കൂടുന്ന എല്ലാവരും എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇവിടെ ജാതി നോക്കേണ്ട കാര്യമില്ല, മതം നോക്കേണ്ട കാര്യമില്ല. എല്ലാവരും സ്നേഹത്തോടുകൂടിയിട്ട് നമ്മളെല്ലാവരും സഹോദരി സഹോദരന്മാരാണ് എന്ന നിലയിൽ എല്ലാവരും അവരുടേതായ രീതികൾ ജീവിച്ച് കാണിക്കുക. അല്ലാതെ നമ്മൾ ക്രിസ്ത്യാനിയാണ്, മുസ്ലിമാണ്, ഹിന്ദുവാണ് എന്നൊന്നും മനസ്സിൽ വിചാരിക്കാതെ, വേർതിരിവില്ലാതെ എല്ലാവരും ജീവിക്കുന്ന ഒരു കാലം. അതാണ് എൻ്റെ സ്വപ്നം, നമ്മളിരിക്കുന്ന എല്ലാവരുടെയും സ്വപ്നം. അതാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എല്ലാവരെയും ഈ വേദിയിലേക്ക്, അല്ലെങ്കിൽ ഈ ഓണത്തിന്റെ ആഘോഷത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം തിരിതെളിയിക്കുന്ന ഒരു പരിപാടിയാണ്. അതിനുവേണ്ടി ആദ്യമായി ഞാൻ തിരിതെളിക്കാൻ വേണ്ടി സ്വാഗതം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജോയ് സാറിനെയാണ്. ജോയ് സാറ് എന്ന് പറയുമ്പോൾ ജോയ് ചേട്ടനാണ്, സാറോ ജോയ് ചേട്ടനെയാണ് ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. കാരണം നമ്മുടെ ഈ ഗ്രൂപ്പ് ആദ്യമായി സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ജോയ് ചേട്ടൻ എന്നൊരു വ്യക്തിയിലൂടെയാണ്. ആ ജോയ് ചേട്ടനെ ഈ വേദിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ജോയ് ചേട്ടന് ഈ വേദിയിലേക്ക് വെൽക്കം. അടുത്തതായി ഞാൻ സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ ആന്റണി ചേട്ടനെയാണ്. ഈ ഗ്രൂപ്പ് ഇങ്ങനെ കൊണ്ടു നടക്കാൻ ഒരു എല്ലാത്തിനും ഒരു കൊടയുടെ കീഴിൽ എല്ലാവരും അണിനിർത്തി കൊണ്ടു നടക്കാൻ വളരെയധികം പരിശ്രമിച്ച, അല്ലെങ്കിൽ അതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുന്ന നമ്മുടെ ഒരാളാണ് ആന്റണി ചേട്ടൻ. ആന്റണിയെ സ്വാഗതം ചെയ്യുന്ന ഈ വേദിയിലേക്ക്. അടുത്തതായി സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ട്രഷറർ. നമ്മുടെ ചെറിയ ഗ്രൂപ്പാണെങ്കിൽ പോലും, ആകെ 10-12 ഫാമിലി ഉള്ളെങ്കിൽ പോലും അതിനെ വളരെയധികം കോർഡിനേറ്റ് ചെയ്ത് അതിന്റെ ട്രഷറായിട്ട് നമ്മൾ നിലനിൽക്കുന്ന നമ്മുടെ സുനിലാണ് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ ബിജുവിനെയാണ്. ഇന്നത്തെ നമ്മുടെ കൺവീനർ, നമ്മുടെ എല്ലാ പ്രോഗ്രാമിനും പിന്നിൽ നിന്ന് വർക്ക് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്യുന്ന നമ്മുടെ ഇപ്പോൾ എന്താണെങ്കിലും, ഇപ്പോൾ പോസ്റ്റർ ആണെങ്കിലും എല്ലാത്തിനും അതിന്റെ പിന്നിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ബിജുവിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഞാൻ സ്വാഗതം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെല്ലാവരും ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. നമുക്കെല്ലാവരും കുട്ടികളുണ്ട്. ആ കുട്ടികളിലെ ഏറ്റവും ലീഡർഷിപ്പായ നമ്മുടെ എൽവിസിനെ, കുട്ടികളിലെ ഏറ്റവും വലിയ ലീഡർഷിപ്പായ എൽവിസിനെ ഈ വേദിയിലേക്ക് യങ് ലീഡർ, എല്ലാ കുട്ടികളുടെയും യങ് ലീഡറായ എൽവിസിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട്. നമ്മുടെ ഓണത്തിന്റെ ഈ ആഘോഷം നമ്മൾ ആരംഭിക്കുന്നതിന് മുന്നേ എല്ലാവരും ഈ വേദിയിൽ സ്വാഗതം ചെയ്യുന്നു. ബിജാടനെ ഈ വേദിയിലേക്ക് കണ്ടില്ല, ബിജാടൻ ഇപ്പൊ എത്തുന്നതായിരിക്കും. ബിജാടനോടുകൂടി നമ്മളെ തിരിതെളിയിക്കുന്ന കർത്തവ്യത്തിലേക്ക് കടക്കുന്നതായിരുന്നു. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെ ഗസ്റ്റായി വന്നിരിക്കുന്ന എല്ലാ ഫാമിലിക്കും, ബിജാടൻ, ജെറാൾഡ്, എല്ലാ ഫാമിലിക്കും നമ്മൾ പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഓണത്തിന്റെ തിരിതെളിയിലേക്ക് കടക്കുകയാണ്. ബിജാടൻ എത്രയും പെട്ടെന്ന് എത്തിത്തീരും എന്ന ആഗ്രഹവുമായി ഞാൻ ഇവിടെ തിരിതെളിയിക്കാൻ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ജോയ് ചേട്ടൻ. എല്ലാവരും കൈയോടുകൂടി ബിജാണ് സ്വാഗതം ചെയ്യുന്നത്. ബിജാനില്ലാത്തതുകൊണ്ട്